ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ റമദാനിൻ്റെ രാവുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പലരും നോമ്പ് നോറ്റ ക്ഷീണത്തിലായിരിക്കുമെന്നൊക്കെ അറിയാം. ഇന്നു മുതൽ പുതിയ കഥ ആരംഭിക്കുകയാണ്. ജാസ്മിൻ കുഞ്ഞോൾ എഴുതുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന മനോഹരമായ കഥ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. കഥയിലേക്ക്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നടക്കില്ല അച്ഛാ, ഒരിക്കലും നടക്കില്ല. ഈ ഒരു കാര്യത്തിന് മാത്രം അച്ഛനെ നിർബന്ധിക്കണ്ട. നടക്കില്ല. വേറെന്തും ഞാൻ അനുസരിച്ചോളാം. പക്ഷേ വേണ്ട അച്ഛാ, ഇത് മാത്രം വേണ്ട. വളരെ ശാന്തമായി എല്ലാം നേരിടുന്ന അവന്റെ ശബ്ദം അന്ന് ആദ്യമായി ശ്രീമംഗലം തറവാട്ടിൽ മുഴങ്ങി. അതും തന്റെ ജീവനായ അച്ഛന്റെ മുമ്പിൽ. മോനെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട അച്ഛാ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്നോട് പറയാൻ അച്ഛൻ എങ്ങനെ തോന്നി? എല്ലാം എൻ്റെ അച്ഛൻ അറിയുന്നല്ലേ? അറിയാം മോനെ, എല്ലാം ഈ അച്ഛനറിയാം. എന്നിട്ടാണോ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതും അമ്മയേക്കാൾ കൂടുതൽ എന്നെ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കി എൻ്റെ ഈ അച്ഛൻ. ശ്രീഹരി വേദനയോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. അച്ഛാ, അച്ഛനുമോ കുഞ്ഞുനാൾ മുതൽ നെഞ്ചിലേറ്റിയ പെണ്ണാണ് അവള്. എൻ്റെ ശ്വാസത്തിൽ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവൾ. അവളെ മറന്നിട്ട് അവളുടെ അനിയത്തെ താലിയിട്ടാൻ പറഞ്ഞ അത് കേൾക്കാൻ മാത്രം ഞാനെന്താ അച്ഛാ? ഞാനൊരു മനുഷ്യൻ തന്നെയല്ലേ? എൻ്റെ ഹൃദയം കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണോ അച്ഛാ? എൻ്റെ നെഞ്ചി കുത്തിയാലും വരുന്ന രക്തം തന്നെയല്ലേ? ശ്രീഹരി ഒരു ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി. അവന് നെഞ്ചു പൊട്ടുന്ന വാക്കുകൾ കേട്ടതും അദ്ദേഹത്തിന്റെ തല ഉരിഞ്ഞു. അച്ഛൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്റെ സങ്കടം ആരും മനസ്സിലാക്കാത്തതുകൊണ്ട് പറഞ്ഞ. ഒരു കാര്യം അച്ഛൻ ഉറപ്പിച്ചോ, ഈ ജന്മനിക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ മായ തന്നെയാവും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല. കഴിയണം മോനെ, ഈ വിവാഹം നടക്കുള്ളൂ. ഇതിലപ്പുറമൊന്നും നീ ഇനി പറയണ്ട. അച്ഛന്റെ മുഖത്തേക്ക് നോക്കി വേദനയോടെ പറഞ്ഞിരുന്നു. അമ്മയുടെ ശബ്ദം അവന്റെ കാതിൽ പതിഞ്ഞു. അമ്മേ! അച്ഛനെ വിട്ട് ഹൃദയം നുറുകുന്ന വേദനയോടെ അവൻ അമ്മയുടെ അരികിലേക്ക് നടന്നു. ഹാളിൽ നിന്ന് ഉയർന്ന ശബ്ദം കേട്ട് അപ്പോഴേക്കും വീട്ടിലുള്ളവർ അവിടേക്ക് ഒഴുകിയെത്തി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവർ പരസ്പരം നോക്കി. ശ്രീമംഗലം തറവാട്. ശ്രീധരൻ, ഭാര്യ ജാനകി, മക്കളായ സുധാകരൻ, അശോകൻ, ഇവരുടെ കുടുംബവും. അവരാണ് ഈ തറവാടിൽ താമസം. ഒരേ ഒരു മകളായ ഉമ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെ കുടുംബമായി താമസിക്കുന്നു. കുടുംബമായി ഒരു ബിസിനസ് നടത്തി വരികയാണ്. ശ്രീമംഗലം ഗ്രൂപ്പ് അംഗീകായി പടർന്നു വന്നിരിക്കുന്ന വലിയൊരു സാമ്രാജ്യം തന്നെയാണ്. സുധാകരൻ, ഭാര്യ പത്മിനി, മക്കൾ ശ്രീഹരി, ശ്രേയ. അശോകൻ, ഭാര്യ യശോദ, മകൻ ഇന്ദ്രൻ. ഉമ, ഭർത്താവ് സത്യൻ, മകൾ ശ്രീകുട്ടി. ഇത്രയും പേരാണ് ശ്രീമംഗലം വീട്ടിലെ അംഗങ്ങൾ. ഉമയും കുടുംബവും തൊട്ടടുത്താണ് താമസം. എങ്കിലും ഏത് സമയം തറവാടിൽ തന്നെയാണ്. അമ്മേ, എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി അമ്മേ? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? മായ വേണമെന്ന് വെച്ചാൽ അവിടെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആർക്കമ്മ ഇത്ര നിർബന്ധം? അല്ലെങ്കിൽ എന്തിനു വേണ്ടി? എന്നെ എൻ്റെ മനസ്സിനെ അറിയാവുന്ന അമ്മ തന്നെയാണ് ഇതിനോട് പറയുന്നത്. ഇതിന് മാത്രം എന്ത് തെറ്റമ്മേ ഞങ്ങൾ ചെയ്ത്? മോനെ ശ്രീ. അവന്റെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടതും വീണ്ടും ഇറച്ചിയോടെ അച്ഛൻ വിളിച്ചു. എന്താ അച്ഛാ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കാത്തിരിപ്പ് ആർക്ക് വേണ്ടിയാണെന്ന് അച്ഛനും അമ്മയ്ക്ക് ഈ വീട്ടിലെ ഓരോരുത്തർക്കും അറിയാവുന്നല്ലേ? അതേപോലെ എൻ്റെ കൂടെയുള്ള ഒരു ജീവിതത്തിന് ദിവസങ്ങൾ വേണ്ടി കാത്തിരിക്കുന്ന മായെ ഇത്ര വേഗം അച്ഛനും അമ്മയും മറന്നോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പണ്ടേ മുത്തശ്ശനടക്കം ഈ വീട്ടിലുള്ളവരെല്ലാവരും അംഗീകരിച്ചതല്ലേ? അതൊക്കെ മറന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം എന്തുണ്ടായി? ഞങ്ങളുടെ ജീവിതം വെച്ച് എന്തിനാച്ച ഇങ്ങനെ ഒരു പറഞ്ഞു തീർന്നു. ശ്രീഹരിയുടെ ശബ്ദം ഇടറി. മോനെ, അച്ഛനെല്ലാം അറിയാം. ഒന്നും മറന്നിട്ടില്ല അച്ഛൻ. പക്ഷേ ഈ ഒരു കാര്യത്തിന് അച്ഛനൊന്നും ചെയ്യാൻ കഴിയില്ല മക്കളെ. എല്ലാം നിന്റെ അമ്മയുടെ തീരുമാനാ. എന്തിനു വേണ്ടി അച്ഛാ? ഞാൻ മായ വിവാഹം കഴിക്കുന്നതിന് അമ്മയ്ക്ക് എന്തിനാ എത്ര എതിർപ്പ്? ഇന്നലെ വരെ എന്നേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നില്ല അമ്മയ്ക്ക് മായ. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവളെ മറന്ന് അവിടെ അനിയത്തി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും അച്ഛാ? നടക്കില്ല അമ്മേ. എന്നെ കൊന്നാൽ ഈ വിവാഹം നടക്കില്ല. സമ്മതിക്കില്ല ഞാൻ. പത്മം, ഈ വാശി വേണ്ടടൂ. നമ്മുടെ മോന്റെ ജീവിതം തീരുമാനിക്കാൻ അവന് അനുവാദം കൊടുക്കുക. നമ്മുടെ വാശി തീർക്കാൻ മക്കളുടെ ജീവിതം എറിഞ്ഞുടക്കല്ലേ നീ? സുധാകരേട്ടൻ മിണ്ടാണ്ടിരിക്കെ. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതാദ്യം മനസ്സിലാക്ക്. അല്ലാതെ ആരോട് വാശി തീർക്കാനാ ഞാൻ? മായയോടോ അതോ എന്റെ മകനോടോ? പിന്നെന്താ അമ്മേ? എന്ത് കാരണത്തിന് പിന്നിലുള്ളത് അതറിയാനുള്ള അവകാശം എനിക്കില്ലേ? ഉണ്ട്, പറയുകയും ചെയ്യും. പക്ഷേ അതിപ്പോ നീ അറിയണ്ട. സമയമാവുമ്പോ ഞാൻ തന്നെ നിന്നോട് പറയും. ഈ വിവാഹത്തിന് ഇപ്പൊ നീ സമ്മതം മൂളിയാൽ മാത്രം മതി. ഇല്ല, നടക്കില്ല. കാരണം എന്താണെന്നറിയാതെ എന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ സമ്മതം മൂളാൻ ഞാൻ ഒരുക്കല്ല. പിന്നെ ഒരു കാര്യം, അമ്മ വിചാരിക്കുന്ന പോലെ ഞാൻ പണ്ടത്തെ കുഞ്ഞുകുട്ടിയൊന്നല്ല. പ്രായവും പക്വതയും വന്ന ഒരു പുരുഷനാ. അപ്പൊ എന്റെ കാര്യത്തിൽ എന്നോട് തീരുമാനം എടുക്കാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് തൽക്കാലം അമ്മയച്ഛൻ ഈ കാര്യം മറന്നേക്ക്. ശ്രീ അമ്മയെ നോക്കി അടുപ്പത്തിൽ പറഞ്ഞ് തിരിഞ്ഞു. ഏട്ടാ, ഈ വിവാഹം നടക്കണേട്ടാ.
എൻ്റെയും അയ്യേട്ടൻ്റെയും വിവാഹം നടക്കണമെങ്കിൽ ഏട്ടൻ ശില്പയെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടക്കില്ല. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് പോയ ശ്രീഹരി ശബ്ദം കേട്ട് തിരിഞ്ഞു. എന്ത് നടക്കില്ലെന്ന്? ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്നിട്ട് അവന്റെ രണ്ടാമത്തെ പെങ്ങളെ കിട്ടിയാലും നിന്നെ കിട്ടുള്ളൂ എന്ന് പറയാൻ എന്താ കാരണം? അതങ്ങനെ ഏട്ട ഇതിന് സമ്മതം മൂളിയേ പറ്റുള്ളൂ. മോളെ, അവൻ പോണേ പോട്ടെ, അവന്റെ ചേച്ചിയല്ല മായ. അവളോട് അല്പം പോലും ധൈര്യമില്ലാത്ത അവൻ എന്റെ മോൾക്ക് എന്തിനാ? മോൾക്ക് അവനേക്കാൾ എന്തുകൊണ്ട് യോഗ്യനായ ഒരാളെ ഈ ഏട്ടന്മാര് കൊണ്ടുവരും. അല്ലേടാ ഇന്ദ്ര? ശ്രീഹരി പറഞ്ഞുകൊണ്ടൊരു ഭാഗത്ത് മാറി നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി. മതി ഏട്ടാ, കൂടുതലൊന്നും പറയണ്ട. മായച്ചിയെ മറക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടന് പൊള്ളിയെങ്കിൽ മായേട്ടനെ മറക്കാൻ പറഞ്ഞാൽ എനിക്കും പൊള്ളും. അതുകൊണ്ട് ഏട്ടൻ്റെ ഈ അനിയത്തെ ജീവനോടെ കാണെങ്കിൽ ഈ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കണം. മോളെ നീ വേണ്ട ഏട്ടാ, കൂടുതലൊന്നും ഏട്ടൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട. എൻ്റെ ജീവിതത്തെക്കാളും സന്തോഷത്തെക്കാളും ഏട്ടൻ മായേച്ചിയാണ് വലുതെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ ഏട്ടൻ്റെ ഈ അനിയത്തെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് മാത്രം. ശ്രേയ ഒരു പൊട്ടിക്കരച്ചിലൂടെ റൂമിലേക്ക് ഓടി. മോളെ! ശ്രീഹരി അവൾ പോയ വഴിയെ നോക്കി വിളിച്ചു. ശ്രീ, കേട്ടല്ലോ അവൾ പറഞ്ഞിട്ട് പോയത്? നിന്റെ അനിയത്തിയുടെ ജീവിതം ഇന്ന് നിന്റെ കൈകളിലാ. അവൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ പോലെ ചെയ്യുന്നവളാ, അത് നീ മറക്കണ്ട. ശ്രേയക്ക് പിന്നാലെ അതും പറഞ്ഞ അമ്മയും പോയി. അമ്മയും അനിയത്തിയും പറഞ്ഞോർക്കെ ശ്രീഹരിയുടെ ഹൃദയം പിടഞ്ഞു. അച്ഛൻ, ഞാൻ എന്റെ മായ. രണ്ടു കൈയാൽ മുടിയിൽ പിടിച്ചു വലിച്ച് അവൻ അച്ഛന്റെ കാലിലേക്ക് വീണു. ശ്രീയടാ, എഴുന്നേക്ക്. അതുവരെ അവരുടെ സംസാരം നോക്കുന്ന ഇന്ദ്രനിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. അവൻ ശ്രീഹരിയുടെ അരിയിലേക്ക് വന്ന് അവനെ പിടിച്ചു. മോനെ, മക്കളെ എഴുന്നേക്കടാ. അച്ഛന് വല്ലാത്തൊരു വെപ്രാളത്തോടെ അവനെ വിളിച്ചുകൊണ്ടിരുന്നു. ഒലീസ, എന്തിനാ ഈ വാശി? ആർക്കു വേണ്ടിയാ? എല്ലാം അറിയുന്നല്ല എല്ലാവർക്കും. അതുമല്ല, ഏട്ടനുമായി ഇന്നൊന്നിനും തുടങ്ങിയ ഇഷ്ടമല്ല. ഈ വീട്ടിൽ ഓരോരുത്തരും സാക്ഷികളാ. അന്നൊന്നില്ലാത്ത എതിർപ്പ് ഇപ്പൊ ഇവിടുന്ന് വന്നു. അറിയില്ല മോനെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ കാര്യത്തിൽ നിസ്സായനാ. നീ ഇവനെ റൂമിൽ ചെന്നാക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി ഏട്ടാ, വഴുന്നേക്ക്. ഇന്ദ്രൻ ശ്രീഹരിയെ തറയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് റൂമിലേക്ക് നടന്നു. ഇന്ദ്ര, നോക്കടാ, ഞാൻ ശ്രേയ അവൾ പറഞ്ഞിട്ട് പോയത് നീ കേട്ടോ? ആ മഹിയുടെ കൂടെ ജീവിക്കാൻ ഈ എൻ്റെ ജീവിതം മാറ്റി എഴുതണമെന്ന്. അതെന്താടാ? എൻ്റെ സ്വപ്നങ്ങൾക്ക് വിലയില്ലേ? മായയുടെ മോഹങ്ങൾക്ക് വിലയില്ലേ? ഇത്രയും നാൾ പരസ്പരം സ്നേഹിച്ച് ഞങ്ങളുടെ സ്നേഹത്തിന് വിലയില്ലേ? ഞങ്ങളുടെ സ്നേഹവും സ്വപ്നവും മോഹമെല്ലാം ഒരു കാപ്പിട്ടിയാണോ? ഏട്ടാ വിഷമിക്കില്ലേ? സാരില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഏട്ടവാ, ഒന്ന് റെസ്റ്റ് എടുക്കുക. ഇപ്പൊ ഏട്ടന് ആവശ്യം വിശ്രമമാണ്. മനസ്സാ കൈവിട്ട് നിൽക്കുക. കുറച്ച് കഴിയട്ടെ, നമുക്ക് സംസാരിക്കാം. അപ്പോഴേക്കും മനസ്സൊന്ന് ശാന്തമാവട്ടെ. ഇപ്പോൾ വലിയച്ഛനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഏട്ടൻ്റെ സമ്മതമില്ലാതെ ഏട്ടൻ്റെ ജീവിതത്തിൽ ആർക്കൊന്നും ചെയ്യാനാവില്ല. പോരെ? അതിന് നമ്മൾ സമ്മതിക്കുകയില്ല. ഏട്ടൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാവും. ഇന്ദ്രന്റെ ഒരു ആശ്വാസം എന്നോണം പറഞ്ഞിട്ട് ശ്രീഹരിയെ റൂമിലാക്കി പുറത്തു കിടന്ന് വാതിൽ ചേർത്തടച്ചു. ഇന്ദ്രൻ പോയതും ശ്രീഹരി രണ്ട് കൈകളായി മുഖം പൊത്തിപ്പിടിച്ച് വിതുമ്പി. ശ്രീയേട്ടാ. അവന്റെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാളി പോലെ ആ വിളി അലയടിച്ചുയർന്നു. ആ വിളിയിൽ അവന്റെ ഉള്ളിൽ ഒരു കോരിത്തരിപ്പ് വളർന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. മായ, ഓർമ്മ വെച്ച നാൾ മുതൽ തന്റെ പ്രണയമായി തീർന്നവൾ. ആ പ്രണയം തന്റെ ഉള്ളിൽ നിറച്ച് തന്റെ എല്ലാമായി മാറിയവൾ. ഏതൊരവസ്ഥയിലും തന്റെ പാതിയായി ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നവൾ. അങ്ങനെ ഓരോന്നിലും തന്റെ രക്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൾ. അവളുടെ ഓർമ്മകളിൽ അവന്റെ ഹൃദയം വേദനയാൽ പിടഞ്ഞു നീറി. ദേ ശ്രീയേട്ടാ, വേണ്ട കേട്ടോ, ഇത് അമ്പലപ്പറമ്പ. വെറുതെ ഇങ്ങനെ ഒരു കുസൃതി കാണിക്കാതെ പോയേ. അയ്യട, ഞാൻ അങ്ങനെയൊന്നും പോയില്ല മോളെ. നിന്നെയും കൊണ്ടേ ശ്രീഹരി പോവുള്ളൂ. ഡേയ്, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്തെങ്കിലും കള്ളത്തരാണോ? ആണെങ്കിൽ പറയണ്ട. എന്ത് കള്ളത്തരാണെങ്കിലും എൻ്റെ പെണ്ണിനോടല്ലടി. അപ്പുറത്തെ വീട്ടിലെ രാജേട്ടൻ്റെ പെണ്ണിനോടൊന്നല്ലല്ലോ. പിന്നെ ഈ നാട്ടുകാർക്ക് ഒരാൾക്ക് പോലും അറിയാത്തല്ലോ നമ്മുടെ ഈ ബന്ധം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോണ്ട് വന്നാ അവർ കണ്ണടച്ച് പെയ്ക്കോളും. ഓഹോ, അങ്ങനെയാണോ? എന്നാ മോ പറഞ്ഞാട്ടെ, എന്താ പറയാൻ വന്നേന്ന്? അതോ മറ്റൊന്നുമില്ല, നമുക്കിപ്പൊ തന്നെ ഈ അമ്പലനാൾ വെച്ചങ്ങ് താലി കിട്ടിയാല്. നീ ഒരു യെസ് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ താലിയും കെട്ടാനുള്ള ആളും റെഡി. അയ്യേ, ഇതായിരുന്നു മനസ്സില്? എന്താണ്? ഞാൻ താലി കെട്ടാണല്ലോ ചോദിച്ചേ, അല്ലാതെ. മതി മതി, ബാക്കി പറയണ്ട. എനിക്കറിയാം സംസാരം ഇങ്ങോട്ടാ പോകുന്നതെന്ന്. ഒരു കിസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. മനസ്സിലായി ഇതെങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാൻ ഈ ചെക്കനെ കാണാൻ തുടങ്ങിയിട്ടേ വർഷം ഒരുപാടായില്ലേ. മായ ശ്രീഹരിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. വയ്യടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ അരികിൽ എത്താണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. എത്രയാന്ന് വെച്ചാൽ കാത്തിരിക്കുക. എൻ്റെ ഈ നെഞ്ചിലെ ചൂടിൽ അവിടെ ശ്രീമംഗലത്തിൻ്റെ നിഴലായി കൂടില്ലായിട്ട് ആകെ ഒരു. ശ്രീയേട്ടാ, നീ നോക്ക്, ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ലേ? ഇനി ഒരു 6 മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും മൈയുടെയും ശ്രേയമോളുടെയും കാര്യത്തിൽ തീരുമാനമാവില്ലേ? അപ്പം ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ശ്രേയമോളിൻ്റെ വീട്ടിലേക്ക് എത്തില്ലേ? അവളുടെ കാര്യത്തിനല്ല നമ്മുടെ ഈ കാത്തിരിപ്പ്. 2 മക്കളുടെയും വിവാഹം ഒരു ദിവസം ഒരേ പന്തൽ വെച്ച് നടത്തണമെന്നല്ലേ ശ്രീയേട്ടൻ്റെ അമ്മയുടെ ആഗ്രഹം. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടുണ്ടോ? 3 മാസം കൊണ്ട് ശ്രേയമോളുടെ എക്സാം കഴിയല്ലോ, പിന്നെ എല്ലാം ഓക്കെ ആവും.
ശരി, നിന്റെ ഒരു ഉറപ്പിലാ മോളെ ഈ കാത്തിരിപ്പൊക്കെ. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ കെട്ടിക്കൊണ്ട് പോവായിരുന്നു ഞാൻ. ഓഹോ, എന്നിട്ട്? ശ്രീയുടെ വാക്ക് കേട്ട് മായ ഒരു ചിരിയോട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നിട്ട് ഇവിടെ വാടി പറഞ്ഞു തരാം ഞാൻ. ഒരു കൊഞ്ചലോടെ തന്നെ നോക്കി ചോദിക്കുന്നവളെ ശ്രീ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പ്രതീക്ഷിക്കാതെയുള്ള പിടുത്തായതുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിലേക്ക് കൃത്യമായി അവൾ ചെന്ന് വീണു. പെട്ടെന്നായതുകൊണ്ട് അവന്റെ കൈകളിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചിട്ടും അവൾക്ക് സാധിച്ചില്ല. താൻ എത്ര ശ്രമിച്ചാലും പോവാൻ കഴിയുമെന്ന് മനസ്സിലായതോടെ അവന്റെ നെഞ്ചിലൊരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ പതുങ്ങി നിന്നു. ശ്രീയേട്ടാ എന്നെ. എന്നിട്ട് ഉള്ള കേൾക്കണ്ട നിനക്ക്? ബാക്കി ഞാനിപ്പോ അറിയിച്ചരാടി. ശ്രീയേട്ട വേണ്ട. അടങ്ങി നിന്നോ, ഇല്ലെങ്കിൽ എല്ലാം ഇവിടെ തുടങ്ങും ഞാൻ. അവളെന്തോ പറയാൻ വന്നു. അതിനെ സമ്മതിക്കാതെ അവളുടെ ചുണ്ടുകളിൽ ശ്രീ തന്റെ ചുണ്ടുകൾ അമർത്തി. അതെ, കൂടുതൽ വെപ്രാളപ്പെടേണ്ട, മതി, ഇനിയൊന്നും വേണ്ട കേട്ടോ. അവളുടെ വെപ്രാളവും നെഞ്ചിന്റെ മിടിപ്പറിഞ്ഞ് അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. എന്നാലും എനിക്കുള്ളതല്ലേ, അതുകൊണ്ട് താൻ ഇനിയും BP കൂട്ടണ്ടടി പെണ്ണേ. വാഷണേ പോ അവിടുന്ന്. ആരെങ്കിലും കണ്ടിട്ടൊന്നും ആകെ നാണക്കേടാ. അയ്യടാ, ശ്രീയേട്ടാന്ന് വിളിച്ച് നെഞ്ചിൽ പതുങ്ങിയൊന്നും പോരാ, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക് അല്ലേ? എന്നെ പിടിച്ച് വലിച്ചിട്ടല്ലേ ഞാനിതിൽ നേരെ പരാതിയാ മോനെ. അതും പറഞ്ഞ് അവന്റെ കയ്യിലൊരു കടിയും കൊടുത്ത് അവൾ ഓടി. നിക്കടിയാടെ. ശ്രീയുടെ വിളിക്കാം, അച്ഛൻ തിരക്കുന്നുണ്ടാവും. ശരി. അവൾ പറയുന്ന കേട്ട് ഒരു ചിരിയോടെ തലയാട്ടി ശ്രീ തന്റെ വണ്ടിയുടെ അരികിലേക്ക് നടന്നു. മോനെ ശ്രീ. പെട്ടെന്നാണ് അവന്റെ ഓർമ്മകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ദ്രന്റെ അമ്മ യശോദ അങ്ങോട്ട് കയറി വന്ന്. അല്ലെങ്കിൽ എന്തരത്തിലോ വലിയച്ഛനോ വലിയമ്മ ഇങ്ങനെ തീരുമാനം എടുത്ത്? ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവില്ലേ? കുഞ്ഞു കുട്ടികളൊന്നുമല്ലല്ലോ ഞങ്ങളാരും. അത്യാവശ്യം പ്രായവും പക്വതയും വന്നവരല്ലേ. സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ പോലും അവകാശമല്ലേ? ഇന്ദ്ര, നിനക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. എന്ത് ഗൗരവമാണ് വലിയമ്മ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതൊന്ന് പറഞ്ഞതാ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഏട്ടനും മായും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള സകല ആൾക്കാർക്കും അറിയാം. അവരുടെ വിവാഹം രണ്ട് വീട്ടുകാരും പരസ്പരം സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചതാ. അതിനിടയിൽ എന്തിനു വേണ്ടിയാ ഇങ്ങനൊരു തീരുമാനം? ആർക്ക് വേണ്ടിയാ മായുടെ അനിയത്തി വിവാഹം കഴിക്കാൻ ഏട്ടനോട് ആവശ്യപ്പെടുന്നത്? ശ്രേയും മായും തമ്മിലുള്ള പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ അവന്റെ പെങ്ങൾ തന്നെയല്ലേ മായ? മായക്കില്ലാത്ത എന്ത് ഗുണാ ശില്പയിൽ നിങ്ങളൊക്കെ കാണുന്നത്? എനിക്കറിയാനായിട്ട് ചോദിക്കുക. ഏട്ടന്റെ മനസ്സ് കീറി മുറിച്ചിട്ട് എന്തിനെങ്ങനെ തീരുമാനം? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വല്യമ്മേ. ശ്രീഹരിക്ക് വേണ്ടിയുള്ള ഇന്ദ്രന്റെ വാക്കുകൾ ഓരോന്നും സുധാകരന്റെ മനസ്സിനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ മുറിവിന്റെ ഒരു അംശം പോലും ശ്രീഹരിയുടെ അമ്മയായ പത്മയുടെ മനസ്സിലും മുഖത്തും പ്രകടമായില്ല. ഓനെ ഇന്ദ്ര, നീ ഇതൊക്കെ ആരോടായി പറയുന്നത്? സ്വന്തം മകന്റെ നെഞ്ചുപടയുന്ന മനസ്സിലാക്കാൻ കഴിയാത്ത നിന്റെ വല്യമ്മയോടോ? ഞാൻ ഈ കാര്യത്തിൽ നിസ്സായനാ മോനെ. വലിയച്ഛന്റെ വേദന നിറഞ്ഞ സംസാരം കേട്ടതും ഇന്ദ്രന്റെ മുഖം സങ്കടത്താൽ നിഴലിച്ചു. ഇവിടെ എന്താ? അപ്പോഴാണ് പുറത്തെവിടെയാ പോയ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് കയറി വന്ന്. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടതും ഇന്ദ്രനടക്കം എല്ലാവരും നിശബ്ദമായി. ചെറിയമ്മേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? മായ മറക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ. എന്നിട്ടും അമ്മ. ശ്രീ, നീ വിഷമിക്കാണ്ടിരിക്കും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇന്ദ്രൻ ഏട്ടനോടും ഏടത്തിയോടും സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും നല്ലൊരു തീരുമാനം ഉണ്ടാവും. നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോനെ. തീരുമാനം ഉണ്ടാവണം ചെറിയമ്മേ. അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. ഏടത്തിക്ക് മായ എന്നാ ജീവനായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നാ ഞാനും ചിന്തിക്കുന്നത്. ആ കുട്ടിയാണെങ്കിൽ ഒരു പാവം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ എന്താണ് കാരണമെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. സാരില്ല, ഈ പ്രയാസപ്പെടണ്ട. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നിന്റെ മുത്തശ്ശൻ നടത്തില്ല. യശോദ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീഹരിയുടെ തലയിൽ പതിയെ തലോടി. ആ നിമിഷം അവർക്ക് ഇന്ദ്രനെ പോലെ തന്നെ അവനോട് ഹൃദയത്തിൽ വാത്സല്യം നിറഞ്ഞു തുളുമ്പി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? അതേ മുത്തശ്ശൻ, ഏട്ടന്റെ ഇഷ്ടം എല്ലാവർക്കും അറിയുന്നല്ലേ. എന്നിട്ട് എന്താ ഇങ്ങനെ? മോളെ പത്മം, മുത്തശ്ശൻ നീട്ടി വിളിച്ചു. എന്താ മോളെ ഇതിന്റെ അർത്ഥം? അച്ഛാ, അത് മുത്തശ്ശൻ ചോദിച്ച പത്മം ഒന്ന് പരിങ്ങി. പത്മം വേണ്ട. അദ്ദേഹം കൈകൊണ്ട് തടഞ്ഞു. എന്നിട്ട് തുടർന്നു. അത് ഇതെന്ന് പറഞ്ഞുള്ള വിശദീകരണമൊന്നുമല്ല എനിക്ക് വേണ്ടത്. ശ്രീഹരിമായ ഒഴിവാക്കി ശില്പയെ കല്യാണം കഴിക്കണമെന്ന് നീയും സുധാകരനും തീരുമാനം എടുക്കാൻ കാരണം എന്താ? അതിനുള്ള മറുപടി എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അത് നീ ഇപ്പൊ പറയണം. പറഞ്ഞില്ലെങ്കിൽ ശ്രീഹരിയുടെ ഇഷ്ടം മാത്രമേ ഈ വീട്ടിൽ നടക്കുള്ളൂ. അത് ഇനി ആരെതിർത്താലും ഞാൻ നടത്തി കൊടുക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് നിന്ന് പരിങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറയാ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ. മുത്തശ്ശ. അപ്പോഴാണ് റൂമിൽ നിന്ന് ശ്രേയ പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്താ? നിനക്കിനി എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്. നിന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അതല്ല മുത്തശ്ശ, അമ്മയോട് ചോദിച്ചുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്. മുത്തശ്ശൻ ഇനി അമ്മയെ ചോദ്യം ചെയ്യണ്ട. ഞാൻ പറയാൻ കാര്യങ്ങൾ.
ഇനിയിപ്പോൾ ആരും അറിയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നാ പറ. ശ്രേയ പറയുന്നിട്ട് അദ്ദേഹം അവളുടെ മുഖത്തേക്ക് ഇനി എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി. അത് ഞാൻ ഗർഭിണിയാ മുത്തശ്ശ. മയ്യേട്ടന്റെ കുഞ്ഞെന്റെ വയറ്റിൽ വളരുന്നുണ്ട്. ശില്പയെ ശ്രീയേട്ടൻ വിവാഹം കഴിച്ചാലേ മയ്യേട്ടന്റെ കഴുത്തിൽ താലി കിട്ടുള്ളൂ. ഒറ്റ വീർപ്പിൽ ശ്രേയ പറഞ്ഞിരുന്നു. അച്ഛന്റെ കൈകൾ അവളുടെ മുഖത്ത് പതിഞ്ഞു. നാശം പിടിച്ചവളെ, ഇതാണോ നിനക്ക് ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? ഇതിനാണോടി നിന്നെ ഇത്ര നാളും വളർത്തിക്കൊണ്ടുവന്ന്? വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശ്രേയെ മാറി മാറി അടിച്ചു. സുധാകരൻ ദേഷ്യം കൊണ്ട് വിറച്ചു. സുധാകരേട്ടാ മതി, നിർത്ത്. ഇനി അവളിങ്ങനെ അടിക്കല്ലേ. അവൾക്കൊരു തെറ്റുപറ്റി, അതിനി അടിച്ചു കൊല്ലല്ലേ. പത്മൊരു വിറയലോടെ സുധാകരനെ പിടിച്ചു. നീ മിണ്ടരുത്. അദ്ദേഹം അവർക്ക് നേരെ ചീറി. നീയാ ഇവളെ ഇങ്ങനെ കാക്കി തീർത്ത്, എന്നിട്ട് അവള് ചനക്കുക. അബദ്ധം പറ്റുപോലും. ഇതാണോടി അബദ്ധം? മക്കളെ തിരിച്ചറിയാൻ കഴിയാത്തൊരമ്മ. നീയൊക്കെ ഒരു അമ്മ തന്നെയാണോ? മകള് പോകുന്ന വഴികൾ തിരിച്ചറിയുന്നില്ല, മകന്റെ മനസ്സെന്താണെന്ന് അറിയുന്നില്ല. പോയിക്കോണെന്റെ മുമ്പീന്ന്. സുധാകര. ശ്രീധരൻ തന്റെ മകനെ വേദനയോടൊന്ന് വിളിച്ചു. അച്ഛാ, ഞാൻ തോറ്റുപോയി അച്ഛാ. അദ്ദേഹം ചങ്കി വിടക്കുന്ന വേദനയിൽ അച്ഛനെ നോക്കി പറഞ്ഞു. അദ്ദേഹം ഒരു തളർച്ചയോടെ ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. റൂമിൽ നിന്ന് ചെറിയമ്മയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയ ശ്രീഹരിയും കേട്ടു ശ്രേയയുടെ വാക്കുകൾ. കൂടെ അച്ഛന്റെ തളർന്നുള്ള നിൽപ്പും. അതൊക്കെ കണ്ടതും അവനാകെ തറഞ്ഞു നിന്നു. ശരീരമാകെ വല്ലാതെ തളർച്ച തോന്നിയതും അവൻ ചെറിയമ്മയുടെ കൈകൾ മുറുക്കെ പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.